ഹലോ ഇന്നത്തെ പരിപാടി ഗൈസ് ഇന്ന് ഷോയാണ്. ടോക്കറ്റിലാണ് നമ്മൾ ഇന്ന് പോണത്. റാപ്പറിൻ്റെ വണ്ടിക്കാണ്. എൻ്റെ വണ്ടിയിൽ നിന്നില്ല. അപ്പം നമ്മൾ റാപ്പറിൻ്റെ വണ്ടിക്ക് പോവുകയാണ്. അവനെന്തോ പരിപാടിയാണ്. അവനെന്തോ കല്യാണ പരിപാടി. പുള്ളിയുടെ കല്യാണം തോന്നുന്നു. ഒന്നും അറിയത്തില്ല. ഉറപ്പിലാണോ ഒന്നും അറിയത്തില്ല. ഞങ്ങളോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കയറി പോകുന്നു. കാറ് വന്നു, ഞങ്ങൾ പോന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഈ വണ്ടിയുണ്ട്, ഇതുണ്ട്. അതിൽ ഏറ്റവും വിറ്റതല്ല 4:30 ആകുമ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 6 മണിയാകാറായി. എന്നിട്ട് ഒറ്റ ഒരെണ്ണമില്ല. റാമി കിടക്കാതെ യുവമാർ വന്നു. എന്നിട്ടും ഇവിടെ കിടക്കുന്നത് ആരും വന്നിട്ടില്ല. ഇവനൊക്കെ എവിടെയാണോ ആവോ. ചെറുക്കൻ്റെ വണ്ടി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും കൂളൻറ്റും ഓയിലൊക്കെ ഇതൊക്കെയാണ്. എന്തുവാ അല്ല അത് നോക്കിയില്ലല്ലോ. പോയേക്കില്ലേ? പോയേക്കാം. ഇതെല്ലാം പറഞ്ഞു. എല്ലാം എവിടെയാണോ ആവോ ഗൈസ്. അപ്പം ഞങ്ങളിതൊക്കെ റെഡിയാക്കി എല്ലാം ഇറക്കി അവർ വരണം. എന്നിട്ട് നേരെ പോവാം ടോക്കച്ചിലേക്ക് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ടോക്കച്ച്. ഇതേ പോയേക്കല്ലേ? ലൈറ്റ് ഇട്ടേ ഇവിടെ. ഇത് ലൈറ്റില്ലേ? ഇതേ പോയേക്കല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഇതിൻ്റെ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വലിയ സംഭവം നടക്കുകയും ചെയ്തു. ആരോടും പറയണ്ട. അണ്ണനത് അറിയുമ്പോൾ സീനാവോ? വിഷമം വരുമെന്ന് തോന്നുന്നത്. അണ്ണന് നെഞ്ച് ജീവനല്ലാണ്. അവൻ വീഡിയോ എടുത്തോണ്ടാ. ആ മണ്ടം വെറ്റ്. ആ മണ്ടം എൻ്റെ CBSE ചേട്ടാ. ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല കേട്ടോ. ഫോട്ടോ എടുത്ത് രാവിലെ തന്നെ പണി കിട്ടി. ഒരു പുണ്ടച്ചറക്കാൻ വന്ന് വീഡിയോ എടുത്തോണ്ട് വന്നു. നേരെ വന്ന് ഒറ്റയിടി. നമ്മളോർത്ത ഫ്രണ്ട് ഇടിച്ചായിരിക്കും. രാവിലെ തന്നെ പാടായി ഗൈസ്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഇല്ല സീനില്ല അത്. What the fuck? ഇനി ഇവിടുന്ന് എടാ ഇവിടുന്ന് എപ്പോഴാ നീ പോണേ? നമ്മൾ റാലി ഇടുന്ന എപ്പോഴാ? രാവിലെ കിളിയാൻ തോന്നുന്നു. ഇനി ആ വലിക്കടാ വലിക്ക്. ഇനി ബ്ലോഗിൻ്റെ വന്നേക്കാം. ഊതി വിടുവാ. പ്രമുഖ ഒരു പ്രമുഖനാണ് നിൽക്കുന്നത്. പാട്ട് പറ. വലിയ പാട്ടുകാരനാ. പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. പെൺപിള്ളേരുടെ കൃഷ്ണനാ. ഇങ്ങോട്ട് കയറി നിൽക്ക്. PP നിന്റെ എന്തിനാ PP എന്ന് വിളിക്കുന്നത്? ചുമ്മാ വിളിക്കുന്നു. ഓ അത് തഗ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഡെനിത് രാവിലെ നോക്കണം അവനെ ചിരിമുണ്ട്. ഞങ്ങളിനി വല്ലതും പോയി കഴിക്കട്ടെ. അങ്ങനെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക പിന്നെ ഇനി ഇറങ്ങുമ്പോൾ ഒരു ടൈം ആവും. ഇറങ്ങി വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി വായിക്ക ഇങ്ങോട്ട്. അതെന്തുവാ? അതെനിക്ക് ഇതിന്റെ ഒരു അലർജി ഉണ്ട് സോപ്പിന്റെ. ഇനി അതെടുത്ത് വീഡിയോ കട്ട് ചെയ്യണം. ഗോൾഡൻ പേജിൽ ഒരു കൊല്ലോട്ടൊക്കെ ഇരിക്കണം. അപ്പൊ അതിന് ഞാനൊരു പീൽ ചെയ്തു. രാവിലെ ഫേഷ്യലിട്ട് വന്നല്ലോ. എടാ വ്ളോഗ് എന്റെ വീഡിയോ എടുത്തിട്ട് വ്ളോഗ് ചെയ്ത് എനിക്ക് രണ്ട് അല്ല അവരെ തന്നെ വിളിച്ചു പറയും. ഇത് മൊത്തം ബ്യൂട്ടി ആയിട്ട് വരുമല്ലേ രാത്രി ഇരുന്ന് ടൂട്ടോട്ട് വെക്കണ്ടവര്. രാവിലെ തന്നെ കിട്ടി. ഇക്ക കിട്ടി. കള്ളനോ ആരേക്ക അറിഞ്ഞില്ല. അവരെ വിട്ടിട്ട് വന്നു. രാവിലെ തെറി പറഞ്ഞു ഗൈസ്. ഇക്കട വായന്ന് കേട്ടപ്പോ സമാധാനായി. ഗൈസ് ഇവനും ബ്ലാക്ക് ഞാനും ബ്ലാക്ക്. ഞങ്ങൾ രണ്ടും ബ്ലാക്ക്. ഇവന്റെ ബോഡി ഗാർഡാണ് ഞങ്ങൾ വരട്ടെ വരും. രണ്ടും ബ്ലാക്ക്. ഒരേ ഡിസൈൻ ഒരുപോലെ തന്നെ. എടാ എന്റെ ഹാഫ് കൈ ആന്നേ ഉള്ളു. ഇവന്റെ ഫുൾ കൈയും. നീ എവിടുത്തെ എടുത്ത രമേശിന്റെ ആണെന്നോ? ഇതങ്ങനെ വരുള്ളൂ. എവിടെയെങ്കിലും പോയി കാണും ഞാൻ ഇടുന്ന സെയിം സാധനം. ഗൈസ് അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ പോകും. അതെന്നാ പറഞ്ഞ മറ്റേ ഡയലോഗ്? ജീവനം കൊണ്ടാ പോകുന്നത്. ജീവൻ തുടുപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് കയ്യപ്പത്തം പറ്റും. അതെന്നാ കഴിക്കുന്നത്? ഒരു കറിയുണ്ട്. ഒരു മസാല കഴിച്ചിട്ട് ഭക്ഷണം പറയുമ്പോഴല്ലേ കൂട്ടി വന്നു. ഇമാര് ഒപ്പം പറഞ്ഞ കളി. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയിട്ട് പറ. എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടെങ്കിലും കഴിച്ചാൽ പറ്റുള്ളൂ. ഇതിപ്പോൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് BP ലോട്ടറി എടുക്കാൻ പോവാണ്. BP വല്ല അറിയാവോ? ചുമ്മാ നോക്കത്തില്ല നീ. ചിലപ്പോ അതിനായിരിക്കും അടിക്കുന്നത്. പൈസ എണ്ണ എല്ലാവരും നമ്പർ തന്നെയല്ലേ? അമ്മ അത് പറഞ്ഞ എടുത്തു തരാമോ? ഇരുപത്തറിന്റെ അതിന്റെ ഇരുപത് അല്ല ഇല്ല ഓർമ്മ മതി. ഞാൻ വൃത്തിയായിട്ട് ഒറ്റ സ്കീം പറയട്ടെ. ആടിയായിരുന്നു എടുത്തു ഒരെണ്ണം ഓക്കെ ഗൈസ് ഇതിന്റെ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞ് ആ കഥ ഞാൻ ഒന്നും കേട്ടിട്ടുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളൂ. ജീവന്മാർക്ക് പറഞ്ഞു കൊടുത്തേക്ക്. ഞാനൊന്ന് കേട്ടുള്ളൂ. കഥ കേക്ക് ഗൈസ്. നിങ്ങൾ കേട്ടോ? ലോട്ടറി എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതാക്കണം ഉണ്ടാവും. അങ്ങനെ സൂക്ഷിക്കണം. അതുപോലെ എസ്റ്റാബ്ലിഷ്ഡായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിന്നെ കാശൊക്കെ ഉള്ള നിൽക്കുന്ന കാണുന്നവർ റോഡിൽ നിൽക്കുന്നവർ എടുക്കണമെന്ന് പറയുന്നത്. റോഡിൽ നിൽക്കുന്നവർ വേണമെങ്കിൽ 50 രൂപ ഫ്രീ കൊടുക്കും. പക്ഷേ വീട്ടിൽ നിൽക്കും മക്കൾ പോലും നോക്കാനില്ലാതെ ഒരു ഗതിയില്ല ഒന്നുമില്ലാതെ വയ്യാതെ റോഡിൽ കൂടെ നടക്കുന്ന അവർക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ അവർ ലോട്ടറിക്ക് ഭാഗ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ.
അവിടെ തുടങ്ങി വയ്യാതിരിക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്തു, പ്രശ്നമില്ല. പക്ഷെ ലോട്ടറി എടുക്കുമ്പോൾ എപ്പോഴും ഭാഗ്യമുള്ള മറയിൽ എടുക്കണം, എന്നാലേ ആ ഭാഗ്യത്തിന് ഇതായിരുന്നു. ഇതൊക്കെയാണ് ഭാഗ്യമില്ല, ഇടല്ലേ കാര്യം പറഞ്ഞടാ, ഞാൻ ഒന്ന് കേട്ടതാ, ഞാൻ ഇട്ടപ്പോ കേട്ടത്. ഇത് നൈപുണ്യക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം. നൈപുണ്യത്തിന്റെ പേര് നിർമ്മല. കേട്ടല്ലോ 50 രൂപ ഫ്രീ ആയിട്ട് കൊടുത്താൽ അതെ. ഒരു പണിക്ക് ഒന്നാമതെ പണിക്ക് പോകത്തില്ല, പണിക്ക് പോകുന്ന പരിപാടി ഇല്ല. അതിന്റെ കൂടെ ഇനി ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷം. പിന്നെ ഇത് ചേർത്ത് പറപ്പിച്ച് കഴിഞ്ഞാൽ ലോട്ടറി എങ്ങനെ നമ്മളെ വെട്ടിട്ട് വെട്ടും. അത് നീ വ്ളോഗ് ചെയ്ത് നിനക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് നമ്മളെ കൊല്ലുവോ? പോയിട്ട് വരോ? നേരത്തെ കേട്ടതാ ഈ സംഭവം. വീഡിയോ ഇറങ്ങിയ വിൽക്കാൻ ഏറില്ല. അയ്യോ ലോട്ടറിക്കാരല്ലേ ഇക്കാര്യം ഉറപ്പാ. ഇപ്പൊ ഞങ്ങള് വെള്ളം മേടിക്കാൻ കഴിയും. ഇന്ന് റാപ്റ്ററിനെ കണ്ടിട്ടില്ല? അയ്യോ അങ്ങനെ പറയില്ല, മെയിനാ എബി ബാബ്സ് കഴിഞ്ഞ എവിൻ ബാബ്സ് എന്ന് അറിയപ്പെടുന്ന, അറിയാവോ? ബാബ്സ് കഴിഞ്ഞ അടുത്തതാ. പിന്നെ ഉണ്ടോന്നോ റാപ്റ്ററിനെ ചെയ്തു എല്ലാരും നേരത്തെ ചെയ്തു. പിന്നെ സ്റ്റഡി അതെല്ലാം കൊടുത്തേക്ക്. ആൻസർ ഉണ്ട്. റെഡ് വാഷിങ്ങിന് പോയി. അതിലേക്കാ ഫേമസ്, അറിയത്തില്ല അതിലേക്കാ. അയ്യോ എടാ ഓക്കെ. ക്ലാസ് തുടങ്ങില്ലേ? 9 തുടങ്ങുള്ളൂ. ഇവിടെ വെച്ച് പൊട്ടിക്കാൻ പറ്റൂല, അതുകൊണ്ടല്ലേ. ആ എടുത്തോണ്ട് പോകും, പൊട്ടിക്കും. എടുത്തോണ്ട് പോകുമ്പോ ആ ഓക്കെ സെറ്റ്. പിള്ളേരുടെ ആഗ്രഹമല്ലേ PPA, പിള്ളേരുടെ ആഗ്രഹം. അവിടെ ഇറക്കി ചെല്ലുമ്പോൾ പൊട്ടിക്കണമെന്ന്. ഇറക്കി പോകുമ്പോൾ പൊട്ടിച്ചിട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, ബൈ. ടീച്ചർ വന്നടാ. ഓടിക്കോ. പിള്ളേരെ പോയി. അതെ കൊണ്ടുപോയി, പിള്ളേരെല്ലാം കൊണ്ടുപോയി. തൂക്കി പിള്ളേരെ തൂക്കി. DB ഒക്കെ വരണം. ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഡ്രസ് മാറുവാണ്. അതെ എടാ ഒരു അടി അതിൻ്റെ ബാക്കി അഡ്ജസ്റ്റബിൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേ. ഒരു കളഞ്ഞാൽ ഇനി വേണ്ട ഇത്. രണ്ടും ഒന്നും ചെട്ടതിരിക്കും. എന്താ ഉദ്ദേശിക്കുന്നുണ്ട്? തെറിച്ചു വരുമോ? പഴുത്തിരിക്കും. ഒന്നുകൂടെ തട്ട് വരിക്കോ? സൗണ്ട് മാറും. ഓ പരിപാടി എപ്പോഴാ? ബാക്കിയുള്ളവരോ? എത്ര വണ്ടിയുണ്ട്? 1 2 5 6 7 8 10 ഉണ്ടോ?
വെച്ചോ, ഇത് വെച്ചേക്കുമല്ലോ, റെഡിയാക്കുമല്ലേ? ഉണ്ടോ? നടച്ചെടുത്താ ഗൈസ്. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ടി വി ഊരിക്കളഞ്ഞു. ഇനിയിപ്പം 10 മണി കഴിയുമ്പോൾ കയറാന്നാ പറഞ്ഞേ. കോളേജിലേക്ക് കയറാം. ഈ പട വെച്ച് കാണാം. ഇത് കറുപ്പും വെള്ളയോ? കറുപ്പ് വെള്ള ലൈന. ആ വെള്ളയില്ല, എനിക്ക് വെള്ളയടാ. എനിക്ക് വെള്ളടാ. എന്റെ വെള്ളം പിരിഞ്ഞടാ. വെള്ള ക്രീം തന്നെയാണ്. ഷർട്ട് മാറണ്ട. സ്റ്റെവിനെ പൊളിച്ചേക്കല്ലേ? പിന്നെ പറപ്പിക്കുക. BP പൊളിക്കുമല്ലേ ഇന്ന്? ഐസ് പൊട്ടിക്കണ്ട എങ്ങനെയാന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഈ സ്വിച്ച് ഉണ്ട്, ഇതിൽ എങ്ങനെ ഇട്ട് പൊട്ടിക്കും? മറ്റേ വീഡിയോയിൽ കാണത്തില്ല, കാറിനെ കുറെ കുപ്പിയിട്ട് അടിക്കുന്നതല്ലേ? എടാ സ്റ്റെവിനെ നമുക്ക് ഡിക്കി കയറ്റാം. കുപ്പിയിട്ട് പട്ടാ നടിക്കുക. കുപ്പിയും 2 ലിറ്ററിന്റെ കുപ്പിയും കിടപ്പുണ്ട്. ചെരുപ്പ് പറഞ്ഞിട്ടെ. അതെ ഷൂവും മാറി, ചെരുപ്പും മാറി, ഷൂ ഇട്ട്. എടാ ബ്ലാക്ക് നമ്മളെ ഇരട്ടകളാന്ന് പറയടാ. ഒരു മിനിറ്റ് കടിച്ചിട്ട് ഒന്നുകൂടി. അയ്യോ, സൂം ചെയ്ത് വേറെ നിർത്തായി പോയി. ഇവര് ഒന്നുകൂടി കറക്കി. മുഖം ഒന്ന് കാണിച്ചേ. വണ്ടി നിറച്ച് സാധനം. അതെ, ട്രിപ്പ് പോവാ. പുള്ളി കെട്ടന്ന ഇരുന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ആത്മാർത്ഥതയുള്ള പുള്ളിയാന്ന് തോന്നുന്നു. ഇതാണ് 4 മണിക്ക് വരണം എന്ന് പറഞ്ഞവൻ. 4:30 വരണം എന്ന് പറഞ്ഞ കള്ളപ്പന്നി റാപ്പേ. സമയം നോക്ക് നീ. 10 മണി. ഇവിടെ 7:30 വന്നിരിക്കാൻ തുടങ്ങിയത്. അച്ഛൻ്റെ പനി എങ്ങനെ ഉണ്ടാവും? നീ എന്നടാ വല്ല വീട് വിട്ടിറങ്ങിയതാണോ? ഇപ്പൊ നമ്മള് 5 പൈസ നമ്മള് റിച്ചിലായി. അതൊക്കെ എൻ്റെ ബൈ. ഒരു ഷഡ്ഡിയും ഉണ്ട്, ഒരു തോർത്തും ഉണ്ട്, ഒരു പാൻറ്റും ഒരു നിക്കറും ഉണ്ട്. നീ എത്ര ജോഡി എടുത്തടാ? ഞാൻ 2-3 ഗൈസിനെ അവിടെ ഷോയ്ക്ക് ലൈനപ്പ് കയറുമ്പോൾ കാണാം. അയ്യോ, ഇത്ര നേരം വീഡിയോ എടുത്ത് ഓണാക്കാതായിരുന്നോ? അയ്യോ എടാ കാല, അതൊന്നും പറയണ്ടേ. ഇനി പാട്ടിൽ ഒന്നുകൂടെ പറയണല്ലോ. വീഡിയോ അത് ഓണാക്കിയില്ലായിരുന്നു. 10 മണിക്ക് തുടക്കം പറഞ്ഞ പരിപാടിയാ. ഇപ്പൊ സമയത്രയായി? 10:30 ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതൊന്നുകൂടി പറയേണ്ട വന്നല്ലോ. ആദ്യം സെറ്റായിട്ട് പറഞ്ഞത് ഉണ്ടോ? ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം വന്നവരല്ല അതേപടി അവിടെ തന്നെ കിടപ്പെട്ടു. എന്നെ ലുക്ക് നോക്കി 2 വരുന്നത്. മോനി ഓ, നല്ല ഫ്രെയിം. ഫ്രെയിം കണ്ടുകൂടി. ആ മറ്റേ എല്ലോ കയറി വന്ന കണ്ടായിരുന്നോ? നമ്മളിനി എപ്പം പോകും? 11,000 എനിക്ക് തോന്നുന്നില്ല. 11,000 ഇവിടെ തന്നെ കിടക്കും. ഈ എത്ര വണ്ടി വരാറുണ്ട് ടോട്ടൽ? അടുത്ത കറുപ്പ് ഏകദേശം സെയിം കളർ. അവൻ ചേഞ്ച് ചെയ്തു. അവൻ്റെ 10:30 ഇവിടുന്ന് പോകുന്ന പറഞ്ഞു. എന്താകുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ബാക്കി അവിടെ വെച്ച് കാണാം എന്തായാലും. ഗൈസ് വഴി അറിയാൻ മേലാതെ ഇതല്ലേ ചേച്ചിയുടെ വഴി അറിയാൻ മേലാതെ ഞങ്ങൾ പോകുന്നുണ്ട്. ആ കണ്ട്
നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാ ട്രൈ ചെയ്യേണ്ടത് ഇപ്പൊ കൊടുക്കല്ലേ വണ്ടി പൈപ്പ് ന്യൂട്രായിട്ട് നമുക്ക് ലൈനപ്പ് ഇടുമല്ലോ. അപ്പൊ നോക്കാം. സ്വിച്ചുണ്ട്, പക്ഷെ പൊട്ടിക്കാൻ അറിയത്തില്ല. പൊട്ടിക്കുന്ന ആള് വീട്ടിൽ കിടപ്പുണ്ട്, വണ്ടിയുടെ ഓണർ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വല്ല വണ്ടി കയറിക്കണത് വല്ല ആവശ്യമുണ്ട് ഇവനൊക്കെ. അവരവരുടെ പണി എന്നാലും ഇതുവരെ നീ ഒട്ടിച്ച് കഴിച്ചില്ലടാ. അഖിലേട്ട അല്ല പറഞ്ഞ ഇവിടെ നിന്ന് കണ്ട് കയറിയിട്ട് പൊട്ടിച്ചാൽ മതി. പിന്നെ നിന്റെ കണ്ണ് കാണിച്ച എങ്ങോട്ട് അതിനെ കണ്ണാടി വെക്കാൻ നോക്കി. എടാ മറ്റേ കണ്ണ് ചിമ്മിടാന്ന് പറഞ്ഞ ഡയലോഗ് എന്നാ ഷമീർ മുനീറെ കണ്ണ് ചിമ്മ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കൊടുത്തിട്ട് നീ ആക്സിഡന്റ് കൊടുത്ത് കണ്ണ് ജിമ്മൻ പറ്റുന്നില്ല. എവിടെ കണ്ണ് ജിമ്മ്? എടാ നീ കാല് കൊടുത്തടാ, കാല് കൊടുത്ത് ജിജി വന്നോ? ഇത് ഈ ബോർഡം കൊണ്ടാ പുറകിലൊട്ടിക്കും. ഒട്ടിച്ചങ്ങ് മുന്നിലൊട്ടിക്കണ്ട, ഇത് ഇളകി വരുന്നില്ല. ഇവന്റെ ഉണ്ടോ ഈ ഫോണിനോട് ചുമ്മാ ഇത് ഇത് പൊട്ടിക്കാൻ അറിയത്തില്ല. ഈ അണ്ണനെ വിളിച്ചെന്നെ നമുക്ക് ചോദിക്കാം. അണ്ണോ ഇതെങ്ങനെ പൊട്ടിക്കണ്ടെന്നൊന്ന് പറഞ്ഞേ. കാല് കൊടുക്കുക. ആ ആദ്യം ഒരു 4-ന്റെ ഒക്കെ മുകളിലെത്തട്ടെ. ആ കാല് വിടുക, സ്വിച്ച് ഞെക്കുക വിടുക. സ്വിച്ച് ഞെക്കി പിടിച്ചോണ്ടാണ് കൊടുക്കേണ്ടത്. അല്ലല്ല ആക്സിലേറ്ററെ കാല് കൊടുത്തിട്ട് കാല് കൊടുക്കുക, ഒരു 4 ആകുമ്പോൾ RPM ഞെക്കുക, കാല് വിടുക, ഇതും വിടുക, സ്വിച്ചും വിടുക. അല്ലാതെ നിന്റെ നേരത്തെ എങ്ങനെ അതുപോലെ തന്നെ. എടാ അതായത് എന്റെ സ്വിച്ച് ഓൺ ആക്കുമല്ലായിരുന്നോ? നിന്റെ ഓണാക്കുക. ഞാൻ ചോദിച്ചതേ സ്വിച്ച് ഞെക്കി പിടിച്ചോണ്ടാണ് ആക്സിഡന്റ് കൊടുക്കേണ്ടത്. അല്ലടാ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല, വണ്ടി ഓഫ് ആവും. ഞെക്കി പിടിക്കല് സ്വിച്ച്, വണ്ടി ഓഫ് ആയാൽ സ്റ്റാർട്ട് ആവാൻ പാടാ. ആക്സിലേറ്റർ ഓൺ ആക്കുക, അല്ല ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുക, കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്വിച്ച് ഞെക്കുക. അതായത് ആക്സിലേറ്ററിന് 3-4 ക്യാമ്പ് സ്വിച്ച് ഞെക്കുക, ആക്സിലേറ്ററിന് കാല് വിടുക, സ്വിച്ചിന്ന് കാല് വിടുക. പുറത്തൊരു സൗണ്ട് 4-ന്റെ മുകളിൽ കയറ്റിക്കാറ് വല്ല സീറ്റടി വരുത്തുള്ളൂ. ആടാ ഓക്കെ സെറ്റ്. എൻട്രി ആണോ? ലൈനപ്പാ ആണോ? അളിയാ വീഡിയോ എല്ലാം ഇറങ്ങിയല്ലോ, ഞാൻ കണ്ടു. ആ ഇവിടെ മുനീറിന്റെ കണ്ണ് ചിമ്മാൻ പറ്റുന്നില്ല, അറിയാവോ? മുനീറിന്റെ കണ്ണ് ചിമ്മാൻ പറ്റുന്നില്ല. കണ്ണിങ്ങനെ തുറന്നിരിക്കുമല്ലോ. കണ്ടു ഇക്കയുണ്ട്, ദിവാനുണ്ട്, സോണിക്കുണ്ട്, BM കിടപ്പുണ്ടല്ലോ. മറ്റേ BM ഒക്കെ കിടപ്പുണ്ടല്ലോ, മറ്റേ യെല്ലോ ബ്ലാക്ക് കൂടി. ആ
കേറുവാ. എന്നാ പ്രിയാൻ പൊളി, നിനക്ക് പനിയൊക്കെ അല്ലേ? നാളെ വരത്തില്ലേ? ആടാ, ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി, ഞങ്ങൾ കയറിയേക്കോ. എബിനെ പാടാ, നീ ഫ്രണ്ടൊന്ന് നോക്കിയേ. ബോർഡിളക്കി പോവാ. പറഞ്ഞോ നീ, പറയടാ, കേക്കട്ടെ കേക്കട്ടെ. ഇങ്ങനെ നമ്മള് സാധാരണ നോർമലി ചെയ്യുന്നത് റിവ്യൂ ചെയ്യുക. നേരെ റിവ്യൂ ചെയ്തിട്ട് 4 കൊണ്ടുവരിക, ഒന്ന് ഡൗൺ ആക്കി ഒന്ന് റിവ്യൂ ചെയ്യുക, 4 മേലോട്ട് ബാക്കിലോട്ട് ആക്കുക. 4-ന് 3-ന് സ്വിച്ച് അടിക്കണം, ഡബിൾ അടിക്കണം, എന്നാലേ പൊട്ടത്തുള്ളൂ. നീ കിൽ സ്വിച്ച് അടിക്കത്തില്ല ബുള്ളറ്റില്, ആ സെയിം തന്നെ 2 അടി അടിക്കണം. 2 അടി അടിച്ചാൽ കറക്റ്റ് ആയിട്ട് പൊട്ടും, അല്ല വരെ ചീറ്റി പോത്തേ ഉള്ളൂ. ആ, നമ്മൾ കറക്റ്റ് കിൽ സ്വിച്ച് എങ്ങനെ അടിക്കുന്നത്, കൈ കൊടുത്തിട്ട് ഇതാക്കിയിട്ടല്ലേ അടിക്കുന്നത്. ഇങ്ങനെയൊക്കെ വിടുവോ? ഇത് മറ്റേ കാല് വെച്ചിട്ട് അടിച്ചാൽ പൊട്ടത്തില്ല, മനസ്സിലായി? കാലെടുത്താലേ പൊട്ടത്തുള്ളൂ. കാലെടുത്തിട്ട് എടാ, നീ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ 2 അടി, അത് നീ കാലെടുക്കണം. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. കാലെടുക്കുകയും വേണം, പിന്നെയും കാല് കൊടുക്കണം, മനസ്സിലായോ? പിള്ളേരെല്ലാം നോക്കി നിൽപ്പുണ്ട്. അവിടെ എന്തോ തട്ടിപ്പുണ്ടല്ലോ. എന്തോ ബേബി പോണ്ടേ? ജബിന് എന്തുവാടാ? കെവിന്റെ കൊച്ചു പറയുന്നത് ഓട്ടോഷോയ്ക്ക് വരുന്ന പിള്ളേരെ കാണാൻ. സത്യമാണല്ലോ. ഇപ്പൊ പറഞ്ഞ എന്തുവാ, എനിക്കെടുക്കാൻ പറ്റില്ല ഗൈസ്. ജബിനെ നമ്മൾ വണ്ടി കാണാനാണ്. വണ്ടി എന്തോ കുറച്ചൊക്കെ മുനീറെ കണ്ടിച്ചപ്പോ ആരാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല ഗൈസ്. കള്ളം റീച്ച് കിട്ടാൻ വേണ്ടി പലതും പറയും ഗൈസ്. ഇവന്റെ കൊച്ചിത് കാണുന്നുണ്ടെങ്കിൽ വണ്ടി കാണാൻ വന്നില്ല. വണ്ടിയുടെ ABS അറിയത്തില്ല. ഈ വണ്ടി ഏതാ പറഞ്ഞ? ഈ വണ്ടി ഏതാ? ഗിയർ ഏത് വണ്ടിയാണ്? എഴുതി എന്തിനീ ഗ്ലാസ് ഒക്കെ തക്കുന്നേ? കുട്ടിക്കാൻ പറ്റുന്ന വെറുതെ വേണ്ട, കിളത്തിയിട്. അഖിലട്ടെ പറഞ്ഞായിരുന്നടാ ഇവിടെ ഒന്നും ചെയ്യണ്ടെന്ന്. വണ്ടി കോളേജ് അതൊക്കെ എന്റെ അതേ പൊട്ടിയ സൗണ്ട്. ഇതാണ് പൊട്ടി. ആ, ഇപ്പൊ കേട്ട ഇതാ. സ്റ്റെവിനെ ഇഷ്ടം പറ്റി കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇറങ്ങി കൊറേ പെമ്പിള്ളേർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിനെ നോക്കിയിരുന്നത്. ഞാൻ തീർന്നു. ഇല്ല. ആ, ഓക്കെ ക്ലാസ് കേട്ടാ പാട്ടേ. ചരിച്ചിട്ട് കൊടുക്കടാ, ഫോട്ടോ എടുക്കട്ടെ. കേട്ടോ എന്താ ആകാംക്ഷ നോക്കിയേ. ഒരു കാറിന്റെ ഫോട്ടോ എടുക്കണം. അങ്ങോട്ട് ചരിച്ചിട്ടാ മതിയോ? അങ്ങോട്ട് ചരിച്ചില്ല, വണ്ടി ഒരു സൈഡോട് ചരിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ചെയ്ത് കാണണം. ഓക്കെടാ. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എനിക്കൊരു കാർ സ്പോൺസർ ചെയ്യുക, പിന്നെ എനിക്ക് ഓട്ടോ ഷോയ്ക്ക് ഒരു കാറാകും. അത് വഴി പെണ്ണ് സെറ്റാക്കാൻ വേണ്ടിയാണ്. എക്സ്ട്രാ ചോദിച്ചേക്ക് വന്നു. കൊത്തിയിട്ടുണ്ട്. നോക്കിയോളെ, ഞാൻ വല്ല റീലും എടുക്കണം, മറ്റേ വീഡിയോ എടുക്കണം. ഒരു ഡീസൽ കേട്ടോട്ടെ, അവിടുത്തെ പരിപാടിക്ക് ഡീസൽ അവിടെ. ആ, ഓക്കെ. നമുക്ക് വേണ്ടി രാജാവിന്
എന്തൊക്കെ ഇവിടെ വഴി ഒതുക്കടാ പൊട്ടിക്കല്ലേ ഡീസൽ പൊട്ടുവേ മൈര പൊട്ടിക്കല്ലടാ ഡീസൽ വണ്ടിയാ പുറകെ വരുന്നത് നല്ല തിരക്കും നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ എന്തൊക്കെ പിടിക്കാത്ത വരുമല്ലോ നല്ല കളക്ഷൻ ഉണ്ട് കളക്ഷൻ എങ്ങനെ ഉണ്ടോ സ്റ്റെഫിനെ കളക്ഷൻ എങ്ങനെ ഉണ്ട് ബ്രോ കാർ കളക്ഷൻ കൊള്ളാം സൂപ്പർ ഓക്കെ ഏത് കളക്ഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലേക്കാണല്ലോ ഒരു മുഴക്കും അതെ ഇതും സിംഗിൾ പൊട്ടിക്കുന്നതാണ് അത് ഇടത്ത് പിടിച്ച് വലത്ത് പിടിച്ച് എടുത്ത് പിടിച്ചാൽ മതിയായിരുന്നു ഒരുപാട് കയറി പോരും ഹായ് അങ്ങനെയല്ല കേട്ടോ കൈ എടുക്കും എല്ലാവരും എടുക്കും പറഞ്ഞോ കേട്ടോ ബുള്ളറ്റ് തന്നിട്ട് പോകും ഞാൻ നോക്കിക്കോളാം പറ്റുമോ നോക്കി പോണേ ഇതിന് ഇറക്കമുള്ളതുകൊണ്ട് അവര് പോകാൻ പറയും കേട്ടോ ഞാൻ രാവിലെ തൊട്ട് ഏതാ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ പുള്ളി മറന്നു പോകുന്നുണ്ട് ഈ വണ്ടിയും കൊണ്ട് പോകുന്നത് I-20 അല്ല I-20 എവിടെ വേണേലും കയറും
ഇതല്ല മുച്ച്. സൗണ്ട് പെണ്ണിനെ നോക്കണ്ടേണോ പെണ്ണിനെ നോക്കട്ടെ ബമ്പർ നോക്കണം ഓടിക്കുന്ന വണ്ടിയുടെ പെണ്ണിനെ നോക്കാം പിന്നെ എന്താ വിളിച്ചാണോ വണ്ടി വന്നിട്ടുള്ളത് അത് ഞാൻ നാല് കാട്ടില്ല പോട്ട് പോട്ട് വണ്ടി പോട്ട് നീ ടെൻഷൻ അടിക്കണ്ടാ വെട്ടി ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ വണ്ടി കയറി ഓടിച്ചോണ്ട് ഫസ്റ്റ് ടൈം ആണോ രണ്ട് ഷോ കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളൂ എന്നെ കണ്ടുപിടിക്കും ഒന്നും അറിയണ്ടോ ബാക്കിലിരുന്നാ മതി ആണോ ഓക്കെ 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 ആർക്കും അറിയത്തില്ലല്ലോ വണ്ടി പൊട്ടുന്നില്ലെന്ന് അതെ റാപ്റ്ററിനും അത്ര റാപ്റ്റർ കയറി കഴിഞ്ഞാൽ തെക്കിണ്ണം വെച്ച് പൊട്ട് പൊട്ടുന്നുണ്ട് നമ്മള് കയറിയ മൊത്തം വണ്ടിക്ക് ഇഷ്ടമുണ്ടോ അതല്ല വണ്ടിയെ നമ്മൾ ഞാൻ വരാൻ ഫോട്ടോ പറ്റുന്ന വണ്ടി നീ ആ ഫ്രണ്ടൊക്കെ നോക്കിക്കോളാം സ്റ്റെഫിൻ ബായി നോക്കി ഇറങ്ങുന്നുണ്ട് അതെന്റെ ഫോൺ ഫോട്ടോ എടുക്കാൻ പോകും നമ്മളെ കൊണ്ട് പറ്റുന്ന പണി കേട്ടെന്ന് കണ്ടോ ഫോട്ടോ എടുക്കുന്നുള്ള പേരില് അവൻ പോവാ ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി. ചേട്ടാ ഇതെന്റെ പിച്ചക്കാരാ വിളിക്കുന്ന പട്ടി പൊട്ടും നമ്മള് പൊട്ടിക്കും. നമുക്കല്ലേ അറിയത്തുള്ളൂ അറിഞ്ഞൂടെ നമ്മള് പൊട്ടിക്കുന്ന എടാ അവിടെ ഗ്രൗണ്ട് ലൈനപ്പ് അവിടെയാ. എന്ത് ചെയ്യാനാ പൊട്ടുന്നില്ല പൊട്ടിക്കും അത് പൊട്ടിക്കും പൊട്ടിക്കുന്ന വീഡിയോ ഇട്ടിരിക്കും. പറഞ്ഞ കേട്ടോ തേട്ടതാ പച്ച സൈക്കിന്റെ ഓണറി ഓ അറിയാം ഓ എന്റെ മനസ്സിലായി പൊങ്ങിയേ എടാ വാരനോടെ പറഞ്ഞില്ലടോ ദൈവമേ റീല് വീഡിയോ എവിടെയാണ് ഗ്രൗണ്ട് പിള്ളേരെല്ലാം അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ഇങ്ങനെ പറ്റും ഗൈസ് വേറെ ഒന്നുമില്ല എ സി അടിക്കണം ഫോൺ ഹീറ്റ് ആകുന്നു. ഈ ഒരു വ്ലോഗിനകത്ത് എത്ര ഗൈസ് പറയണം ഇഷ്ടംപ്പെട്ട് ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം ഗൈസ്. ഹലോ ഗൈസ് ഇപ്പൊ ഗൈസ് എന്ന് അറിയപ്പെടണം. ഓക്കെ ഗൈസ് ഹായ് ഗൈസ് ഗൂസ് വേണ്ട ഹായ് ഹായ് ഓക്കെ കൊള്ളാം. മുനീറെ കണ്ടു ജിമ്മ് അത് കൃത്യം നാടായിരുന്നത് നോക്കിയാൽ മതി. മറ്റേ ഇങ്ങനെയാ ഇങ്ങനെ മുനീറെ കണ്ടിട്ട് ഓക്കെ ഞാൻ കട്ടർ നോക്കുന്ന അതെ ഏത് കട്ടർ നോക്കുന്നത് അതില് ഏറ്റവും വിട്ടതല്ല സ്റ്റെഫിൻ ഉറങ്ങിയിരുന്ന് കണ്ണാടിയും വെച്ചിരുന്നേ കാണുന്നത്. ഓ അതെ എടാ ഇത് മറ്റേ ടിൻഡ് ഒട്ടിച്ചോണ്ടാ വെളിയിൽ നോക്കിയാൽ കാണത്തില്ല. അതിൽ എത്ര ധൈര്യത്തിൽ നമ്മൾ നോക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വായി നോക്കികളാന്ന് പറയരുത് ഇതൊന്നും പറയരുത്. ഇങ്ങോട്ട് വന്ന മിണ്ടിയ നമ്മളുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നാൽ മിണ്ടിയെ പോലും മിണ്ടാറ് അത് കാണണം. ഞാൻ കാണിച്ചത് ഇന്നൊരു വീഡിയോക്കുള്ള ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലും മിണ്ടത്തില്ലെന്ന് പറഞ്ഞത് എന്തോ ഉണ്ടല്ലോ. ആ സാധനം നീ അടിച്ചിറക്കി റീച്ച് ആവും ചിലപ്പോ. ഞങ്ങളുടെ റാന്നി മാത്രമേ അതിലൊരു 10 പേരുമാണ്. നോബിൾ അരുൺ ഇടുങ്ങിയുള്ള കമന്റ് കാണുമല്ലോ. കമന്റ് ഊക്ക് വാരി കൂട്ടാൻ പോവാ. അല്ലാതെ നീ കൂട്ടത്തിൽ പി പി ഉണ്ട് ഞാനും ഉണ്ട്. ഓ അങ്ങനെയെങ്കിലും ഏറെ കയറണം. അത് നമ്മൾ നെഗറ്റീവ് കമന്റ് ഇടണം. പക്ഷെ നെഗറ്റീവ് ഇട്ടാൽ നമുക്ക് റീച്ച് കയറും. അതറിയത്തില്ലേ
അതെ നെഗറ്റീവ് ജയിച്ചു ചേർക്കും. മറ്റേ ഞങ്ങളുടെ സെക്യൂരിറ്റി വീഡിയോ മൊത്തം നെഗറ്റീവ്. അത് 11 നിരന്ന് പിടിച്ച് കിടപ്പുണ്ടല്ലോ. പൊട്ടിക്കണം എങ്ങനെയല്ലോ. ഇന്ന് പൊട്ടിച്ചിട്ട് പോകത്തുള്ളൂ. ഇവനെ ഇന്ന് പൊട്ടിച്ചില്ല, ഇന്ന് കൊണ്ട് ബാങ്ക് അടിക്കും. അത്രേ ഉള്ളൂ. നേരെ വിളിക്കുക, എവിടെയെങ്കിലും പോയി ബാങ്ക് അടിക്കും. ഓ നിരന്ന് നിപ്പുണ്ടല്ലോ. എന്തായാലും പൊട്ടിക്കും. ഇന്നെന്തായാലും പൊട്ടിക്കും. ഇവിടെ മൊത്തം സൗണ്ടാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പൊള്ളുന്നു. മൊത്തം വാരിപ്പത്തേക്കോ. അവിടെ ഉമ്മ നോക്കണം, അവിടെ ഉമ്മ നോക്കണം. അവിടെ ഉമ്മ വെച്ച് പോലീസ് വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്. നോക്കി ഒരുത്തർ ഇറങ്ങി വരുന്നത്. നമുക്കിനി അങ്ങോട്ട് വല്ലതും പോവാം. ടീമിനെ വിളി. ഞങ്ങളൊന്ന് സൈഡ് എവിടെയെങ്കിലും പോയിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. അങ്ങോട്ട് വല്ല പോ വാ. ആ വലി പോലീസ് പോലീസ് ചാപ്പൊന്ന് എന്നെ ഇപ്പം തരും. കോളേജ് മൊത്തം എടുത്താ പറ്റും. ഓ ലിൻസ് അവിടെ വെണ്ണ പിടിക്കുവാ. പറഞ്ഞോണ്ട് ഗൈസ് ഇവൻ നോക്കുവല്ലോ. ഡോമായി നോക്കുവായിരുന്നു ഇറങ്ങണേ. എടാ ലിൻസേ കുപ്പിന്ന് പഠിക്കേ. നീ ഒന്ന് കാണിച്ച നിന്റെ മോഹം ഒന്ന് കാണട്ടാ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ പെണ്ണ് കാണാൻ പോയിരിക്കുമല്ലോ, ഇതാ നാണിക്കാനെ കൊണ്ട് എന്തുവാ. ബാക്കിലെ ക്ലാസ് എടാ പ്ലാഗ് ക്ലാസ് ആടാ. ഞാൻ അപ്പളെ പറയുന്നത് വണ്ടിയല്ല. ഗേൾസ് ഇല്ലെന്ന് പറഞ്ഞ ഒരു ഇവിടെ കിട്ടിയിട്ട് വിളിച്ചു വരത്തോ എല്ലാവരും. ഈ 2 വണ്ടിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഗേൾസ് ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ ഒരു തീ വെച്ച് ഉള്ള കമ്പനിക്കാരെ എല്ലാം വിളിച്ചു വരുന്നു.
ഇതിനെല്ലാം ഉത്തരവാദി ഇവനായിരിക്കും. എനിക്കിൻ്റെ ഉത്തരവാദി ഇല്ല. സോണിക്ക വരുവാടാ. അകത്താരിത് അടുത്ത ആളെ വിളിച്ചു വരുത്തിട്ടുണ്ട്. ഇവന്മാർ ഇതിന്റെ അകത്തിരുന്ന് വിളിച്ചു വരുത്തൊക്കെ. അടുത്ത ആളെ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചതാ. എന്നിട്ട് ഇൻസ്റ്റ എടുത്ത് പോസ്റ്റ് ചെയ്യും. യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഇടാൻ വേണ്ടി ഇപ്പൊ എല്ലാവരും തല വരും. എന്തായാലും വീഡിയോ വരും യൂട്യൂബിൽ, അതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ, അതിന്റെ സംഭവമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അയ്യോ ഞങ്ങള് പിന്നെ ചത്തില്ലല്ലോ. ഞങ്ങള് ആ വീട്ടിൽ നിന്ന് 3 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങളാ. ആ അതും കോട്ടയത്ത് ഇതെല്ലാം എയർ ചെയ്തതും സ്പ്രിങ് ഇട്ടേക്കാണ്. കുടുംബത്തിപ്പുറത്തെ കൊച്ചാണ്. കിട്ടി അവൻ മറ്റേ യൂട്യൂബിൽ ഇടാന്നാണ് വീഡിയോ. നീ എന്തിനാ പറഞ്ഞിരിക്കുന്നേ? പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ഷോയിൽ നിന്ന് ഇറങ്ങുക. മറ്റേ ഔട്ട് മൊത്തം പോയടാ, മൊത്തം പോയി, പകുതിയും പോയി. ആ അവളുമാരെയൊക്കെ കയറുന്ന ഷോട്ടില്ലേ, അതെല്ലാം പോയി. അങ്ങനെ ആ സ്പേസ് ഇല്ലാതെ ഇപ്പൊ എന്തോ പറ്റി, ഔട്ട് മൊത്തം പോയി. ഞങ്ങൾ ഇവിടുന്ന് ഷോയ്ക്ക് പോവാം. ഷോ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ നെന്മല കോളേജ് ഇറങ്ങണം. ഗൈസ് നാളെ ഇനിയിപ്പം